നമസ്കാരം. 1200 ആണ്ട് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം, അതായത് 13/4/2025 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദ തുലാക്കൂറിൽ കൃഷ്ണപക്ഷ പ്രഥമ തിഥിയിലാണ് മേടരവി സംക്രമം, അതായത് നമ്മുടെ വിഷു വരുന്നത്. ഈ വിഷുവിന് ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ ഫലം പറയുന്നത് ഈ വർഷം 2 പറയാണ്. 2 പറ എന്ന് പറയുമ്പോൾ വർഷം 2 പറയാകയാൽ 20-ൽ 10, അതായത് അങ്ങനെ പറയുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ലെങ്കിലും 20-ൽ 10 ഭാഗം സമുദ്രത്തിലും 6 ഭാഗം വനപർവ്വതങ്ങളിലും വർഷിക്കുന്നത് നീക്കിയിട്ട്. അപ്പോൾ 20 പറ എന്ന് പറയുമ്പോൾ 20-ൽ 10 ഭാഗമാണ് നമ്മുടെ ഇവിടെ ഭൂമിയിൽ പതിക്കുന്നത്. അതിൽ 10 ഭാഗത്തിൽ 6 ഭാഗം വനപർവ്വത പ്രദേശങ്ങളിലാണ് വർഷമായിട്ട് പെയ്യുന്നത്. ബാക്കി നീക്കിയിട്ട് ഭൂമിയിൽ വർഷിക്കുന്ന വെള്ളം 4 ഇടങ്ങഴിയാണ്. അതനുസരിച്ചിട്ടുള്ള വിഷു ഫലമാണ് നമ്മളിവിടെ ഓരോ രാശിക്കാർക്കും പറയുന്നത്. അത് പ്രകാരം മേടം രാശി തൊട്ട് നമ്മൾ 12 രാശിക്കാരുടെയും വർഷഫലമാണ് നമ്മളിവിടെ പറയുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവയോഗ്യമാകുന്നൊരു വിഷു വർഷക്കാലം തന്നെയാണ് ഈ 2025 നമ്മൾ അനുഭവിക്കുന്നത്. പൊതുവെ പറഞ്ഞാൽ അത്ര സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നൊരു വർഷമല്ല ഇത്. പൊതുവിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഭരണരംഗത്തിരിക്കുന്ന തലവന്മാർക്ക് പോലും ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾ അനുഭവയോഗ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാർത്ഥനയോടും ഈശ്വരവിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ നോക്കുക. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും സൽചിന്തകളും സൽപ്രവൃത്തികളുമായിട്ട് ഈ ഒരു വിഷു വർഷക്കാലം ഏറ്റെടുക്കാനായിട്ട് നോക്കുക. ധനുരാശിയിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങൾക്ക് ഈ 2025 വിഷു വർഷക്കാലം എന്ന് പറയുന്ന ഈ ഒരു വർഷക്കാലം ഗുണകരമായ പല മാറ്റങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർക്ക് 7.5 ശനിയൊക്കെ മാറി കുറച്ച് ഒക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്നൊരു കാലയളവാണ്. അഭീഷ്ട സിദ്ധികളൊക്കെ സാധ്യമാകുന്നതാണ്. നേരത്തെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ പകുതി വെച്ച് മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് തീർക്കാനും അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പല കാര്യങ്ങളും തുടങ്ങാനും ഒക്കെ പറ്റുന്നൊരു കാലം തന്നെയാണ്. ദീർഘകാല പദ്ധതികളൊക്കെ, അതായത് ഇന്നോ നാളെയോ റിസൾട്ട് കിട്ടുന്നതല്ല, കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ റിസൾട്ട് കിട്ടുന്ന ദീർഘകാല പദ്ധതികളൊക്കെ നിങ്ങൾക്ക് തുടങ്ങി വയ്ക്കാനും ഒക്കെ വന്നു ചേരുന്നൊരു വർഷം തന്നെയാണ്. എല്ലാ തൊഴിലും ചെയ്യുന്ന ആളുകൾ, ഏത് തൊഴിലും ആയിക്കോട്ടെ, ചെറുതും വലുതും ഏതും ആയിക്കോട്ടെ, അങ്ങനെ തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ ചെറിയ തോതിലുള്ള ഒരു ആദായമൊക്കെ ഇപ്പോൾ ഈ ഒരു വർഷം വന്നു ചേരുന്നുണ്ട്. ഒരു ലാഭം കിട്ടാതിരുന്നവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിദേശത്ത് തൊഴിൽ തേടി ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ സാധ്യമാകും. പക്ഷേ എങ്കിലും വിദേശത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ളൊരു ഉയർച്ച വന്നുവിടാൻ കുറച്ച് 1-2 മാസങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരാം. ബിസിനസ്സുകാർക്ക് അപ്രതീക്ഷിതമായിട്ട് പല നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് ലോണുകളൊക്കെ ആഗ്രഹിച്ചിരുന്നവർ, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ലോണുകളെയൊക്കെ ആശ്രയിച്ചവർക്ക് അതൊക്കെ കിട്ടുന്നതാണ്. ശമ്പള വർധനവ് ആഗ്രഹിച്ചിരുന്നവർക്ക് അതും സാധ്യമാകുന്നുണ്ട്. തൊഴിൽ രംഗത്ത് പൊതുവെ ഒരു ഉയർച്ചയും ഒരു പുതിയ മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ ഒരു വിഷു വർഷക്കാലം എന്ന് പറയുന്നത്. ഭവനയോഗം ആഗ്രഹിച്ചിരുന്നവർക്ക്, വീട് പുതുക്കി പണിയാനോ അതുപോലെ തന്നെ ചെറുതായിട്ടൊരു വീട് ലോൺ എടുത്ത് വാങ്ങാനോ ഒക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുമൊക്കെ സാധ്യമാകുന്നൊരു വർഷം തന്നെയാണ്. നിങ്ങൾ കൂടുതൽ അതിനായിട്ട് പരിശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഭവനയോഗം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വർഷം ഒരു ഭവനയോഗം കാണുന്നുണ്ട്. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്ന പുതിയ സംരംഭം തുടങ്ങാനൊക്കെ ആയിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, എന്തെങ്കിലും ചെറുകിട ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സഹായങ്ങളും സാധ്യതകളും ചുറ്റുപാടുകളും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു ചേരുന്നുണ്ട്. പുതിയ പ്രവർത്തന രംഗം കണ്ടുപിടിക്കാനൊക്കെ സാധ്യമായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ 2025 വിഷു വർഷക്കാലം. കച്ചവടക്കാരെ പുതിയ മേഖലകളൊക്കെ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ പുതിയ തന്ത്രങ്ങൾ, സ്ട്രാറ്റജിയൊക്കെ നിങ്ങൾ ആവിഷ്കരിച്ച ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. എങ്കിലും ധാരാളം ധനനഷ്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കലാരംഗത്തുള്ളവർക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഉയർച്ചയും അതുപോലെ തന്നെ അനുകൂലമായ നേട്ടങ്ങളും വന്നു ചേരുന്നുണ്ട് ഈ ഒരു വിഷു വർഷക്കാലം രാശിക്കാർക്ക്.